بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد ഉളുഹിയത്ത് അർക്കാനുള്ള ടൈം എപ്പോൾ? ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നമ്മൾ ചെയ്തു. ടൈം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ ദിവസം മുതൽ അയ്യാമത്തെ തശ്രീഖ്, അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ 11, 12, 13, ദുൽഹിജ്ജ 10 പെരുന്നാൾ. അപ്പൊ 4 ദിവസത്തിൽ ഏത് ദിവസവും അറുക്കാം. ഏറ്റവും നല്ലത് ആദ്യത്തെ ദിവസമാണ്. പെരുന്നാൾ ദിവസം ളുഹാ സമയം മുതലാണ് അറവിന്റെ ടൈം. അതായത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ്, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് ഏറ്റവും നല്ല ടൈം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അറക്കലാണ്. എന്നാൽ സൂര്യ ഉദിച്ച് ഒരു 2 റക്അത്തും ഖുതുബയും നിസ്കരിക്കാൻ ആവശ്യമായ ടൈം കഴിഞ്ഞാൽ തന്നെ ഇനി ഒരാൾ അറുത്താൽ, നിസ്കാരത്തിന് മുമ്പ് അറുത്താലും സ്വഹീഹാകും. സൂര്യ ഉദിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബ ചുരുങ്ങിയ നിലക്ക് ഓതാനുമുള്ള ടൈമിന് ശേഷം അറുത്താലും സ്വഹീഹാകും. ഏറ്റവും നല്ലത് സൂര്യ ഉദിച്ച് ഒരു 20 മിനിറ്റ്, ഒരു റുംഹിന്റെ കതിർ സൂര്യൻ ഉയർന്ന് ഒരു 20 മിനിറ്റ് ആവും. പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ട് അറുക്കലാണ് ഏറ്റവും നല്ലതായ ടൈം. ടൈമാകണ മുമ്പ് അറുത്താൽ, ടൈം കഴിഞ്ഞിട്ട് അറുത്താലും ഉളുഹിയത്തായി വീടുകയില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒരാൾ അക്കൊല്ലം അറുക്കേണ്ട ഉളുഹിയത്ത് അക്കൊല്ലം ഈ ടൈമിൽ അറുത്തില്ല, അവൻ നേർച്ചയാക്കിയ ഉളുഹിയത്തെറ്റയാണെന്ന് കരുതിക്കോ. അങ്ങനെ ഈ മൃഗത്തിന് ഞാൻ ഉളുഹിയത്തറുക്കാൻ നേർച്ചയാക്കി എന്ന് അവൻ പറഞ്ഞിരുന്നു, ടൈം കഴിഞ്ഞു എങ്കിൽ അവിടെ ഖളാ വിട്ടൽ നിർബന്ധമാണ്. എന്നിട്ട് ഉളുഹിയത്ത് വിതരണം ചെയ്യുന്ന പോലെ വിതരണം ചെയ്യുകയും ചെയ്യണം. ഉളുഹിയത്ത് മാംസം മുസ്ലിമീങ്ങൾക്കാണ് വിതരണം ചെയ്യേണ്ടത്. അവിശ്വാസികൾക്ക് ഉളുഹിയത്ത് മാംസം വിതരണം ചെയ്യാൻ പാടില്ല. അവിശ്വാസികൾക്ക് അതേ പച്ചയായും വേവിച്ചതും വിതരണം ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം. അവിശ്വാസികൾക്ക്, നമ്മുടെ അയൽവാസികൾക്കും മറ്റു അവിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് ഉളുഹിയത്തല്ലാത്ത ഇറച്ചി വിതരണം ചെയ്യുന്ന യാതൊരു കുഴപ്പമില്ല. അവർക്ക് നമുക്ക് 4 കിലോന് ഇറച്ചി വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളെ വീട്ടില് വേവിച്ചത് ഉളുഹിയത്തല്ലാത്ത ഇറച്ചി കൊടുത്തോളൂ, അവർക്ക് ഭക്ഷണം കൊടുത്തോളൂ, അവർക്ക് ബിരിയാണി കൊടുത്തോളൂ, അവർക്ക് മന്തി കൊടുത്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉളുഹിയത്തിന്റെ മാംസം അത് മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിപ്പിക്കണം എന്ന് നിയമമുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഉളുഹിയത്തിന്റെ മാംസം വിതരണം ചെയ്യുന്നതിന്റെ വിവിധ രീതികൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവൻക്ക് ശ്രദ്ധിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ, അപ്പൊ വേവിച്ചതും ഒന്നും തന്നെ മുസ്ലിം അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതിന്റെ സുന്നത്തുകൾ അടുത്ത ക്ലാസ്സിൽ വിവരിക്കും.